യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊടുങ്കാറ്റുകൾ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. കൊടുങ്കാറ്റ്. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. ഒന്ന്, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ദുരിതങ്ങളുടെ കൊടുങ്കാറ്റ്, ആപത്തുകളുടെ കൊടുങ്കാറ്റ്, നഷ്ടത്തിൻ്റെ കൊടുങ്കാറ്റ്, യാതനയുടെ കൊടുങ്കാറ്റ്, ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇയ്യോബിൻ്റെ മക്കൾ 10 പേര് മരിച്ചു, എല്ലാ സ്വത്തും പോയി, കവർച്ചയായിപ്പോയി. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, രോഗത്തിൻ്റെ കൊടുങ്കാറ്റ്. ഇയ്യോബിൻ്റെ ഉള്ളംകാലം മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ പിശാച് ബാധിച്ചു. പിശാച് ചെയ്തത് ദൈവം അനുവദിച്ചിട്ടാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ദൈവം അനുവദിച്ചത്? അത് തൻ്റെ ദാസൻ, ഇത്രയും നീതിമാനായ ഒരു ദൈവദാസനെ ഇങ്ങനെ പിശാചിട്ട് വലയ്ക്കാൻ ദൈവം അനുവദിച്ചത് എന്താണ്? പിശാച് അവകാശം പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ എൻ്റെ ദാസനായി ഇയ്യോബിൻ്റെ എഴുതി ദൃഷ്ടി വെച്ചു എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പിശാച് അപ്പോൾ പറയുകയാണ്, അവൻ്റെ ഇഷ്ടം പോലെ സ്വത്തില്ലേ? അല്ല, സ്വത്ത് പോയെങ്കിലും അവന് ആരോഗ്യമല്ലേ? ആരോഗ്യം പോയാൽ അവന് ചില കൂട്ടുകാരില്ലേ? അവന് പ്രിയ ഭാര്യയില്ലേ? അവനെന്നാ കുഴപ്പം എന്ന് സാത്താൻ ദൈവത്തോട് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ദൈവം പിശാചിന് അനുവാദം കൊടുത്തു, നീ അതിലെല്ലാം പോയി തൊട്ടുകൊള്ളൂ. അതുകൂടിയാണ് രോഗം വന്നത്. ഭാര്യ
ഏതാണ്ട് നീ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ഭർത്താവിനോട് എന്തിനാ നീ ജീവിച്ചിരിക്കുന്നത്, മരിക്കരുതോ എന്ന് ചോദിച്ച് ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തിയത്. അവൾ മൂക്കും പൊത്തിക്കൊണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ദുർഗന്ധം, ഈ വർണ്ണത്തിൻ്റെ ദുർഗന്ധം. വേലക്കാരെല്ലാം മുമ്പ് വളരെ അനുസരിച്ച് നിന്ന വേലക്കാരെല്ലാം ഇയ്യോബിൻ്റെ അടുക്കലേക്ക് വരാതെ മാറിപ്പോയത്. സ്നേഹിതന്മാരെ ഉണ്ടായിരുന്നു, അവർ വന്ന് ഇയ്യോബിനെ കുറ്റം ചുമത്തിയത് എന്ന് വേണ്ട അനേകം കാര്യങ്ങൾ. നിങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുന്നത് നല്ലതായിരിക്കും. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ലോർഡ് ടെനിസൺ പറഞ്ഞിട്ടുണ്ട്, ജോബ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയം വെദർ ഓഫ് ഏൻഷ്യൻറ്റ് ഓർ മോഡേൺ ലിറ്ററേച്ചർ. ടെനിസൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് കവി പറഞ്ഞിരിക്കുകയാണ്, ഈ ഇയ്യോബിൻ്റെ പുസ്തകം ഇറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് പോയം വെദർ ഓഫ് ഏൻഷ്യൻറ്റ് ഓർ മോഡേൺ ലിറ്ററേച്ചർ. പ്രാചീന സാഹിത്യത്തിലാണെങ്കിലും ആധുനിക സാഹിത്യത്തിലായാലും ആണെങ്കിലും ഇത് ഏറ്റവും മികവാർന്നൊരു കാവ്യമാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതെന്തുകൊണ്ട് അങ്ങനെ ആയത്? വലിയ ഗുണപാഠം നമുക്ക് തരുന്നുണ്ട്. ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പെയർ, നിരാശ വന്നു. എല്ലാ മനുഷ്യർക്കും വരാവുന്നതാണ് നിരാശ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അനേകം പേര് സ്വന്തം ജീവിതത്തിലേക്ക് നിരാശപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് പോയ തെറ്റുകളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നു. തിരുത്താൻ വയ്യാത്ത തെറ്റുകളൊന്നും ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ അടിക്കടി വരുന്ന ദുരിതങ്ങളോർത്ത് നിരാശപ്പെട്ടിരിക്കുന്നു. കടം കൂടിക്കൂടി വരുന്നതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നു. എന്നാൽ ടെമ്പസ്റ്റ് ഓഫ് ഡിസ്പെയർ, അതൊരു കൊടുങ്കാറ്റാണ്, നിങ്ങളെ തകർത്ത് കളയുന്നൊരു കൊടുങ്കാറ്റാണ്. നിരാശയ്ക്ക് ഒരിക്കലും ഇടം കൊടുക്കരുത്. ഈ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് ഒരു കാരണവശാലും. കാരണം നാളെ എല്ലാം ശരിയായാലും ജീവിതത്തിൽ ഈ ഡെസ്പെയറിനെ ഒരിക്കലും ഇടം കൊടുക്കരുത്, നിരാശയ്ക്ക് ഇടം കൊടുക്കരുത്. എല്ലാ വാക്കുകളും ഡി കൊണ്ട് ആരംഭിക്കുന്നത്. ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പെയർ. ദൈവത്തിന് സ്തോത്രം. യോബ് നിരാശയിൽ എന്തെല്ലാം പറയുന്നത്? നിരാശയിൽ പറയുമ്പോൾ സ്നേഹിതന്മാരെല്ലാം അവനെ കുറ്റപ്പെടുത്തുക. വെറുതെ അല്ല നിനക്ക് ഈ രോഗം വന്നത്, വെറുതെ അല്ല കഷ്ടത വന്നത്, നീ വലിയ നീതിമാനൊക്കെ ഭാവിച്ചു, ഇതൊക്കെ നിൻ്റെ തനിനിറം വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ സ്നേഹിതന്മാർ വന്ന് കൂട്ടായ്മക്കാരാണ്, അവർ എതിർത്ത് പറഞ്ഞു, അവർ വേദനിപ്പിച്ചു. അത് സങ്കടകരമായിപ്പോയി. ഭാര്യ പറയരുതാത്തത് പറഞ്ഞു, സ്നേഹിതന്മാർ പറയേണ്ടത് പറഞ്ഞില്ല, അവർ വേണ്ടാതന്നെ പറഞ്ഞത്. ഇയ്യോബിനെ കുറ്റപ്പെടുത്തി. പാവം ഇയ്യോബ് ഈ വേദന കൊണ്ട് എളിവിരിക്കൊള്ളുമ്പോൾ ഒരു കുറ്റാരോപണം കൂടി ആയപ്പോഴേക്കും വലഞ്ഞുപോയി. അപ്പോൾ ഇയ്യോബ് പറയുന്നുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എനിക്കറിയാം ഇപ്പോഴതൊക്കെയാണ്, പക്ഷേ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒരു ദിവസം ഈ മണ്ണിലേക്ക് ഇറങ്ങി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊടിമേൽ ഈ മൺപൂഴിയിൽ അവൻ ഇറങ്ങി വന്ന് കാലചവിട്ടി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വലിയ ധൈര്യം യോബിനുണ്ട്. എങ്കിലും പിന്നെ യോബ് പിന്നെ ചിന്തിക്കുകയാണ്, എന്നാലും എനിക്ക് എന്തെങ്ങനെ വന്നത്? അപ്പോഴാണ് ദ ടെമ്പസ്റ്റ് ഓഫ് ഡീപ്പ് റിപ്പൻറ്റൻസ്, അഗാധമായ കുറ്റബോധം വന്നു. അഗാധമായ കുറ്റബോധം, അതൊരു വലിയ ഭാഗ്യമാണ്. അഗാധമായ കുറ്റബോധം, ഡീപ്പ് റിപ്പൻറ്റൻസ്, അഗാധമായ അനുതാപം വന്നു. അനുഗ്രഹത്തിൻ്റെ പടവുകൾ തുടങ്ങാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ യോബ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യോബ് പറഞ്ഞതെല്ലാം സ്വന്തം ന്യായീകരണങ്ങളാണ്. ദ ടെമ്പസ്റ്റ് ഓഫ് സെൽഫ് റൈറ്റിയസ്നെസ്, സ്വന്തം ന്യായീകരണങ്ങൾ, സ്വന്തം ന്യായങ്ങൾ, സ്വന്തം നീതി. നിങ്ങൾക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യോബിൻ്റെ പുസ്തകം 31 അധ്യായത്തിൽ 25 വാക്യം മുതൽ വായിക്കാം. എൻ്റെ ധനം വളരെയായിരിക്കൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, എനിക്ക് ഒത്തിരി സ്വത്തുണ്ടെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു എങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ എനിക്ക് ആ ചിന്തയുണ്ടായിട്ടില്ല. സ്വത്തുണ്ട്, ഞാൻ ഒരുപടി ധനികനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊരു കുറ്റമായിട്ട് പറയത്തക്കൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ല. എൻ്റെ ധനം വളരെ ആയിരിക്കൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ, ഞാൻ സമ്പാദിച്ചതെല്ലാം എനിക്ക് വലിയ ആനന്ദവും അഭിമാനവുമായി എൻ്റെ കൈ ഞാൻ ചുംബിച്ചുവെങ്കിൽ, എനിക്ക് കിട്ടിയ ധനത്തിൻ്റെ സമൃദ്ധിയെ ഞാൻ ചുംബിച്ചുവെങ്കിൽ, അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഒരിക്കലും ഞാനങ്ങനെ ആശ്രയിച്ചിട്ടില്ല, ധനത്തിൽ ആശ്രയിച്ചിട്ടില്ല. ചുംബിച്ചുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടേണ്ടത് ആവശ്യമാണ്. ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട കുറ്റമാണ്. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ.
ഞാനങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് തന്ന ദൈവത്തെ ഞാൻ നിഷേധിക്കുകയാണ്. എനിക്ക് ഇത്രയും ഞാൻ സമ്പാദിച്ചു, ഇത്രയും എനിക്ക് സ്വത്തുണ്ട്, ഇത്രയും മക്കളുണ്ട്, ഇത്രയും അനുഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ അഭിമാനിച്ചു എങ്കിൽ അത് കുറ്റകരമായി പോയേനെ. പക്ഷേ ഞാൻ അഭിമാനിച്ചിട്ടില്ല. അങ്ങനെ ഒന്നിലും എനിക്ക് പ്രശംസ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ വൈരിയുടെ നാശത്തിങ്കൽ ഞാൻ സന്തോഷിക്കുകയോ അവൻ്റെ അനർത്ഥത്തിങ്കൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ, അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ചുവെങ്കിൽ ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അവൻ്റെ മേശയ്ക്കൽ മാംസം തിന്ന് തൃപ്തി വരാത്തവരാര് എന്നിങ്ങനെ എൻ്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ, പരദേശി തെരുവീതിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കനെ ഞാൻ എൻ്റെ വാതിൽ തുറന്നുകൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വൈരിക്കും ദോഷം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ എതിർക്കുന്ന വല്ലതുണ്ട്, പക്ഷേ അവർക്കാർക്കും ദോഷം വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് നിഷ്കളങ്ക സ്നേഹം മാത്രമായിരുന്നു. തന്നെയല്ല, വൈരിയുടെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാവം ചെയ്തിട്ടില്ല, ശപിച്ചിട്ടില്ല, ആരെയും ശപിച്ചിട്ടില്ല, വരാകിയിട്ടില്ല. എൻ്റെ വായ അങ്ങനെ ഒരു ശാപവാക്കുച്ചരിക്കാൻ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അവൻ്റെ മേശയ്ക്ക് മാംസം നിന്ന് തൃപ്തി വരാത്തവൻ ആര് എന്നിങ്ങനെ എൻ്റെ കൂടാരത്തിൽ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ, എൻ്റെ മേശയിൽ ഊടുമേശയിൽ ഞാൻ അനേകർക്ക് വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തവനാണ്, ആഹാരം കൊടുത്തവനാണ്. ഇത് ആളുകൾ പറയത്തക്കോടം തന്നെ, ആളുകൾക്ക് കാണത്തക്കോടം തന്നെ അഭിമാനകരമായൊരു നേട്ടമാണ് എനിക്ക്. പക്ഷേ അതിലൊന്നും ഞാൻ അഭിമാനിച്ചില്ല. പിന്നെ ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചെങ്കിൽ, ആദാമിനെ പോലെ പാവം ചെയ്തിട്ട് ഞാൻ അകൃത്യം മറച്ചു വെച്ചെങ്കിൽ പാവമാകുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നുവെങ്കിൽ, അയ്യോ, എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ലല്ലോ. എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല. ദൈവം ഇത് കേൾക്കുന്നില്ലായിരിക്കുമോ? ദൈവമേ, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ലല്ലോ. ജീവിതത്തിൽ ഭാരപ്പെട്ട് ജനിക്കൊണ്ടാണ് പറയുന്നത് അഭിമാനപൂർവ്വമാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുണ്ട്. അവർക്കാർക്കും എൻ്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല, എൻ്റെ വേദന മനസ്സിലാകുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ തീവ്രമായ ദുഃഖം അവൾക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഭർത്താവിന് എൻ്റെ രോഗവും എൻ്റെ ക്ഷീണാവസ്ഥയൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ആ രീതിയിൽ ഒരു പരിഭവം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ ഇതാ എൻ്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഞാനിതാ ഒപ്പിട്ട് പറയുന്നു, സർവശക്തൻ എനിക്ക് ഉത്തരം തരിക. ഞാൻ ഇതിലെന്തെങ്കിലും പാവം ഞാൻ ചെയ്തുവോ, ഇതിലേതെങ്കിലും തെറ്റ് എനിക്ക് വന്നോ, ഞാനിതാ സർവശക്തൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു. സർവശക്തൻ്റെ ഒപ്പ് എൻ്റെ ഈ പ്രമാണത്തിൽ ഒപ്പിട്ട് തരട്ടെ. പിന്നെ എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ പ്രതിയോഗിയായ പിശാച് എനിക്കെതിരെ എഴുതിയ രേഖയൊന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഒന്നങ്ങനെ സംഭവം ഇല്ല, അവൻ എഴുതാനൊന്നും കിട്ടിയിട്ടില്ല. കാരണം എനിക്കറിയാം, ഞാൻ നീതിമാനായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഈ എൻ്റെ സ്നേഹിതന്മാർ പറയുന്നവരൊന്നും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു നീതിമാൻ തന്നെയായിരുന്നു. വാദിക്കുകയാണ്, തന്നെത്താൻ വാദിക്കുകയാണ്. പിന്നെ അത് ഞാൻ എൻ്റെ ചുമലിൽ വഹിക്കുമായിരുന്നു, ഒരു മകുടമായിട്ട് അത് അണിയുമായിരുന്നു. അങ്ങനെ ഒരു രേഖ കിട്ടിയെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് മാറ്റം വരുമായിരുന്നു. ഞാനൊരു മകുടം പോലെ, ഒരു കിരീടം പോലെ ആ രേഖ ഞാൻ അണിയുമായിരുന്നു, എനിക്കെതിരെയുള്ള കുറ്റാരോപണത്തിൻ്റെ രേഖ. പിന്നെ എൻ്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും, ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോട് അടുക്കും. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരകുകയോ ചെയ്തുവെങ്കിൽ, വില കൊടുക്കാതെ ഞാനതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ, കോതമ്പിന് പകരം കാരമുള്ളും യവത്തിന് പകരം കളയും മുളച്ചു വളരട്ടെ. യോബ് വെല്ലുവിളിച്ച് പറയുകയാണ്, എൻ്റെ കണ്ടത്തിൽ കൃഷി ചെയ്തു. കണ്ടത്തിൽ കൃഷി ചെയ്തപ്പോൾ അവിടെ എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല, അതിൽ ഉഴച്ചാൽ കറിയാൻ ഇടവരുത്തിയിട്ടില്ല, ആരുടെയും അതിര് വരമ്പ് ഞാൻ വെട്ടിയെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല, ആരുടെയും സ്വത്ത് ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ ഉഴച്ചാലുകൾ കരയാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല. മണ്ണ് കരയും. ഞാൻ അനീതി ചെയ്തിട്ടാണ്, അന്യായമായി സമ്പാദിച്ചതാണെങ്കിൽ, അവരെൻ്റെ സ്വത്ത് ഞാൻ ഏതെങ്കിലും തരത്തിൽ തന്ത്രപൂർവ്വം കൈക്കലാക്കിയതാണെങ്കിൽ എൻ്റെ ഉഴച്ചാലുകൾ കരയും, എൻ്റെ നിലം എൻ്റെ നേരെ വിളിക്കും. മാത്രമല്ല, അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ, അതിൻ്റെ ഉടമസ്ഥരെ, അടുത്ത കൃഷി ചെയ്യുന്നവരെ, അവർക്ക് ഏതെങ്കിലും നാശം വരാൻ ഞാൻ ആഗ്രഹിച്ചു എങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ടത്തിൽ അവിടെ കാരമുള്ള് വിരിയട്ടെ, മുള്ള് പതിയട്ടെ, അവിടെ മുള്ളും പറക്കാരെയും മുളയ്ക്കട്ടെ, എനിക്കൊരു വിളവും കിട്ടാതിരിക്കട്ടെ. വെല്ലുവിളിച്ച് പറയുകയായിരുന്നു. ഇതാണ് ദ ടെമ്പസ്റ്റ് ഓഫ് സെൽഫ് റൈച്ചസ്നെസ്, സ്വയനീതിയുടെ ഒരു വലിയ കൊടുങ്കാറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ,
ഈ സ്വയനീതി എന്ന് പറയുന്ന ഒന്നില്ലേ നിങ്ങൾക്ക് കയ്യിൽ? ചില അവകാശവാദങ്ങളില്ലേ? നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾക്ക് പോലും ചില ന്യായങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നില്ലേ? ന്യായീകരണങ്ങൾ, ക്ലെയിംസ് ഉണ്ട്, അവകാശങ്ങളുണ്ട്, അവകാശവാദങ്ങളുണ്ട്. എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അവകാശവാദം എനിക്ക് വേറെ തെറ്റൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ചിലർ എന്നെ കുറ്റം പറയുന്നതേ ഉള്ളൂ, അതൊക്കെ ഞാനിതെല്ലാം സഹിക്കണ്ടേ എന്നുള്ളൊരു മനോഭാവമല്ല വരേണ്ടത്. നമ്മളെക്കുറിച്ച് ഒരുപക്ഷെ ദുഷ്ടലാക്കോടുകൂടിയാണെങ്കിലും ഒരാൾ കുറ്റം പറഞ്ഞാൽ നാം അവിടെ ഒന്നും പ്രതികരിക്കാതെ തന്നെ ശോധന ചെയ്യണം. പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ കർത്താവേ? എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ ആൾ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? എൻ്റെ കർത്താവേ, എങ്കിൽ അത് എന്നിൽ നിന്ന് പറഞ്ഞു പോകട്ടെ കർത്താവേ. നീ ഇത് മാറ്റി തരണമേ, നീ എനിക്കത് ഓർമ്മ തരണമേ. ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിയോ കർത്താവേ? എന്നാലും ഒരാളെന്നെക്കുറിച്ച് അത്രയും ക്രൂരമായി പറയാൻ ഇടവന്നല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതാണ് പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറയുന്നത്. അത് അങ്ങ് നോക്കുമ്പോൾ ചിലത് കൂടി കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിക്കാം. ഇതെന്നെ നശിപ്പിക്കുന്നൊരു പാപമാണ്, ഇതെൻ്റെ ജീവിതത്തിൽ വലിയ കടുങ്കൈയായിട്ട് വരുന്ന പാപമാണ്, ഒരിക്കലും ഞാൻ ഇതിനെ വഴക വെച്ച് കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ച് നമുക്ക് അവിടെ അതിനോട് എതിർത്ത് നിൽക്കാൻ പറ്റും. സ്തോത്രം. ഈ എളിമ എന്നുള്ളത് വിശ്വാസിയുടെ ആഭരണമാണ്. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയിക്കാത്ത ആഭരണം സൗമ്യതയും സാവധാനതയുമാണ്. ക്ഷയിക്കാത്ത ആഭരണം നമ്മുടെ വേഷവിധാനങ്ങളല്ല, നമ്മുടെ ആഭരണങ്ങളല്ല, നമ്മുടെ മേനി പകിട്ടല്ല, ശരീര സൗഭഗമല്ല, നമ്മുടെ ധനത്തിൻ്റെ അഭിവൃദ്ധിയല്ല. ഇതെല്ലാം ചിന്തിച്ചു പോയാൽ അഹങ്കാരം വരികയും നാം നശിച്ചു പോവുകയും ചെയ്യും. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ദൈവം എതിർത്ത് നിൽക്കുന്നൊരു പാവമാണ് അഹങ്കാരം, നിഗളം. ദൈവം എതിർത്ത് നിൽക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വീട്ടിൽ വഴക്കുണ്ടാകുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നല്ല സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിട്ട് അവസാനം പിണങ്ങി മാറിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം സൗമ്യതയില്ല, താഴ്മയില്ല, വിനയപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിന് വിനയപ്പെടുന്നില്ല, വേണ്ട. ഭർത്താവ് പറയുന്ന വാക്കുകളൊന്നും വിനയപ്പെട്ട് കേട്ടുകൂടെ? ഭാര്യ പറയുന്നതിന് വില കൊടുത്തുകൂടെ? ഭാര്യയാണ്, അവൾ സ്ത്രീയാണ്, പക്ഷേ അവളെൻ്റെ അടിമയല്ല. ഓർത്തുകൊള്ളണം, ഭാര്യ ഒരിക്കലും നമ്മുടെ അടിമയായി കാണരുത്. ഭാര്യ സ്ത്രീയാണ്, ഭാര്യയാണ്. പക്ഷേ ഭാര്യ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് നോക്കണം. അവിടെ നാം ഈർഷ്യപ്പെടരുത്, നീരസം വരരുത്, എളിമയോടെ കൈക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എപ്പോഴും ഭാര്യ ഒരു വാക്ക് പറഞ്ഞാൽ കൈക്കൊള്ളുക, സ്വീകരിക്കുക, ഭാര്യയെ ബഹുമാനിക്കുക. പുരുഷന്മാർക്ക് പറ്റിക്കുന്ന വലിയ അപകടമാണ്. ഭാര്യയെ ബഹുമാനിക്കുന്നില്ല, ഭാര്യ നിങ്ങളുടെ വേലക്കാരിയെ പോലെ കാണുകയാണ്. വേലക്കാരിയെ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. വേലക്കാരിയാണെങ്കിലും ബഹുമാനിക്കണം. ഭാര്യയെ നിങ്ങൾ ആദരിക്കണം. അവളുടെ അസ്തിത്വത്തെ, അവളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ വളരെ അഭിമാനത്തോടെ കാണണം, ബഹുമാനത്തോടെ കാണണം. ഭർത്താവിനെ അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിനെ അനുസരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വേദപുസ്തക പ്രകാരം പറഞ്ഞാൽ, ബൈബിളിലെ വാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. അവിടെ കുഴപ്പം. ബഹുമാനിക്കാനൊന്നുമില്ല, നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാനുള്ള ഒരു പാവ പോലെ. അങ്ങനെയാകരുത്. ദൈവത്തിന് സ്തോത്രം. എളിമ വരണം. സെൽഫ് റൈറ്റിയസ്നെസ് പാടില്ല, സ്വന്തമായ നീതി പാടില്ല. ഞാൻ നീതിമാൻ എന്നുള്ള ഭാവം പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പറയുന്നതല്ല ശരിയെന്ന് ഭാവിക്കരുത്, തോന്നരുത്. തിരുത്തണം, ഞാൻ തിരുത്താൻ തയ്യാറാണ്, അതായിരിക്കണം മനോഭാവം. വീടുകളിൽ എങ്ങനെയായിരിക്കണം, കൂട്ടായ്മയിൽ എങ്ങനെയായിരിക്കണം. ഞാൻ തിരുത്താം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആളുകൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും നാം ചിന്തിക്കണം, തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തണം. ഇല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകും, ദൈവാത്മാവ് നമ്മിൽ മാറിപ്പോകും. അതുകൊണ്ട് നാം തിരുത്താൻ മനസ്സുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ഈ സെൽഫ് റൈറ്റിയസ്നെസ്, സ്വയനീതി വന്നപ്പോഴാണ് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശബ്ദം വന്നത്. അതെങ്ങനെയാണ് വന്നത്? അതാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ചുഴലിക്കാറ്റ് പോലെ ദൈവത്തിൻ്റെ ശബ്ദം വന്നു. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരമരളിച്ചത് എന്തെന്നാൽ,
അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നോരിവനാര്? എന്തറിവില്ല, നീ എന്താ ഈ പറയുന്നത്? നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നീ വലിയ നീതിമാനാണെന്ന് ഭാവിക്കുന്നു. നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നോരിവനാര്? ആലോചനകളെ ഇരുളാക്കുന്നു. നീ മണ്ടത്തരം പറയുന്നു. ദൈവം പറയുകയാണ്, ഇവരോട് പറയുകയാണ്. ചുഴലിക്കാറ്റിലെന്നാണ് പറയുന്നത്. ചുഴലിക്കാറ്റിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ശബ്ദം കേൾക്കാം, ഒരു സീൽക്കാര ശബ്ദം. തുടർന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. യോബ് കാതോർത്തു. ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഒരു കൂസില്ലാതിരുന്നെങ്കിലും ഇപ്പോൾ ആൾ അല്പം തളരുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉണരുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദൈവം പറയുകയാണ്, അവനോട് ചോദിക്കുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവർ ആര്? നീ പുരുഷനെ പോലെ അരമുറിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. സ്തോത്രം. നിന്നോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്, നീ എന്നോട് ഉത്തരം പറയുക. ദൈവത്തിൻ്റെ സ്തോത്രം. നിനക്ക് സാധിക്കുമെങ്കിൽ പറഞ്ഞുകൊള്ളൂ, ഉത്തരം പറഞ്ഞുകൊള്ളൂ. നീ വലിയ നീതിമാൻ എന്നുള്ളതുപോലെ പല കാര്യങ്ങളൊക്കെ നീ അഹങ്കാരത്തോടെ പറഞ്ഞുവല്ലോ. നീ വളരെ നികളത്തോടെ പലത് സംസാരിച്ചല്ലോ. ഞാൻ ചോദിക്കാം, നീ ഉത്തരം പറ. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. നീ ആരോടായി മത്സരിച്ചത്? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നീ ഏതാനും ആളുകൾ, വർഷങ്ങൾ മാത്രം ജീവിക്കുന്ന മനുഷ്യൻ. ഞാനോ നിത്യനായ ദൈവം. ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? സ്തോത്രം. പിന്നെ അതിൻ്റെ അളവ് നിയമിച്ചവൻ ആര്? ഈ ഭൂമിക്ക് അളവ് നിശ്ചയിച്ചവനാര്? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാര്? നിനക്ക് വല്ലതും അറിയാമോ? ഈ ഭൂമിയുടെ അളവ് നൂൽ പിടിച്ചവനാര്? അറിയാമോ? നിനക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. നീ വിചാരിക്കുന്ന ഒരു BSc കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി ഫിസിക്സ് ഒക്കെ പഠിച്ചു, അല്ല MSc കഴിഞ്ഞപ്പോൾ ഫിസിക്സ് അല്ലോടെ പഠിച്ചു, അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചു, നീ ഒരു വലിയ ശാസ്ത്രജ്ഞനെ പോലെയായി. പക്ഷേ നീ എന്തറിഞ്ഞിട്ടാണ് ഈ ശാസ്ത്രജ്ഞനാകുന്നത്? നീ എന്തറിഞ്ഞിട്ടാണ് ഈ വലിയ ഗംഭീരമായ കാര്യങ്ങൾ പറയുന്നത്? നീ ഒന്നും ആയില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കൂ. നാം ആത്മാവിൽ വളരുക എന്ന് പറഞ്ഞാൽ നാം ആളത്വത്തിൽ എളിയവനായി തീരുക എന്നാണ്. താണ് വരിക. എപ്പോഴും സ്വീകരിപ്പാൻ സന്നദ്ധത ഉണ്ടായിരിക്കുക. ആരുടെയും ഉപദേശം സ്വീകരിപ്പാൻ സന്നദ്ധത ഉണ്ടായിരിക്കുക. ആരെങ്കിലും ഉപദേശം ഒരുപക്ഷെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഉപദേശമാണെങ്കിൽ അതിൽ നിങ്ങൾ ന്യായമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. അതാണ് ദൈവത്തിൻ്റെ ലക്ഷണം. 6-ാം വാക്യം. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിച്ചു? അന്ന് പ്രഭാത നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് ഈ ബഹിരാകാശത്ത്. അതിൽ ഒരു നക്ഷത്രം മാത്രമാണ് ഈ സൂര്യൻ. ഒരു നക്ഷത്രം മാത്രം. ആ സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണ് ഈ ഭൂമി. ഭൂമിയിൽ ചേർന്ന് വരുന്ന ഒരു ഉപഗ്രഹം മാത്രമാണ് ചന്ദ്രൻ. ഇതെല്ലാം ദൈവം ഇത് ചോദിക്കുകയാണ്, നിനക്കിതൊക്കെ വല്ലതും അറിയാമോ? ഞാൻ ഇതൊക്കെ നിയന്ത്രിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? നീ ഈ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നീ വല്ലതും കണ്ടോ? നിനക്ക് വല്ലതും അറിയാമോ? ദൈവം ചോദിക്കുകയാണ്. അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവനാര്? ആ ഭൂമിയുടെ മൂലക്കല്ലിട്ടവനാര്? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവനാര്? ഗർഭത്തിൽ നിന്ന് ഒരു ശിശു വരുന്നത് പോലെ സമുദ്രം ചാടി പുറപ്പെട്ടു. ഈ ഭൂമിയിലുള്ളതായ സമുദ്രം അങ്ങനെ ചാടി പുറപ്പെട്ടു. അപ്പോൾ ഈ ഭൂമിയുടെ പ്രതലത്തിൽ വെള്ളം വന്ന് നിറഞ്ഞു. അപ്പോൾ ആ വെള്ളത്തിനൊരു അതിരിട്ടു. സമുദ്രം ഇവിടെ വിട്ടങ്ങോട്ട് വരണ്ട എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ സമുദ്രത്തിന് അതിര് വെച്ചു. എന്തോരം വെള്ളം ചെന്നാലും സമുദ്രം നിറയുകയില്ല. സമുദ്രം പിന്നെയും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. എത്ര വെള്ളം ചെന്നാലും സമുദ്രം പൊങ്ങുകയില്ല. വേലിയേറ്റത്തിൽ പൊങ്ങുമായിരിക്കും. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത് എന്താണ്? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവനാര്? ദൈവത്തിന് സ്തോത്രം. പിന്നെ അന്ന് ഞാൻ മേഘത്തെ അതിനെ ഉടുപ്പും കൂരിരുളിനെ അതിനെ ചുറ്റാടയുമാക്കി. സ്തോത്രം. ഈ ആകാശത്തെ വിധാനത്തെ വിരിച്ചവന് മാത്രമല്ല, കൂരിരുളിന് ചുറ്റാടിയാക്കിയവന്, ഭൂമിക്ക് ചുറ്റാടിയാക്കി ഇരുളുണ്ടാക്കി. എന്നാലും നീ എന്തറിഞ്ഞിട്ട് പറയും? നിനക്ക് പ്രകൃതിയെക്കുറിച്ച് വല്ലതും അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം ഇയ്യോവിനോട് വാദിക്കാൻ തുടങ്ങുകയാണ്. ഇയ്യോവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വാദിക്കാൻ തുടങ്ങുകയാണ്. ആ ചുഴലിക്കാറ്റിൽ കൂടി ദൈവം വന്ന് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോഴാണ് ഇയ്യോവിന് ഡീപ്പ് റിപ്പൻറ്റൻസ് വീണ്ടും വരുന്നത്. ആഴമേറിയ അനുതാപം വരുന്നത്, പശ്ചാത്താപം വരുന്നത്. അയ്യോ, ഞാൻ അറിവില്ലാതെ കണ്ടൊക്കെ പറഞ്ഞു പോയല്ലോ കർത്താവേ. അയ്യോ, എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ. ഇയ്യോവിരുന്ന് തകരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ന്യായീകരണങ്ങളെല്ലാം മാറ്റിവെക്കുക, അവകാശവാദങ്ങളെല്ലാം മാറ്റിവെക്കുക. നിങ്ങൾ എന്തെല്ലാം നേടി എന്നുള്ളതെല്ലാം അങ്ങ് മാറ്റിവെക്കുക. ഒന്നും നേടിയില്ല.
നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ല വിദ്യാഭ്യാസം കിട്ടിക്കാണും, നല്ലത്. നല്ല ഉയർന്ന ഡിഗ്രി കിട്ടിക്കാണും, വളരെ നല്ലത്. നിങ്ങൾക്ക് നല്ല ഉയർന്ന ഉദ്യോഗം കിട്ടിക്കാണും, തീർച്ചയായിട്ടും നല്ലത്. അല്ല, നിങ്ങൾക്ക് നല്ല ശമ്പളം ഉണ്ടായിരിക്കും, വളരെ നല്ലത്. പക്ഷേ ഇതിലൊന്നും അഭിമാനിക്കാനില്ല. ഒരു ദിവസം, ഒറ്റയ്ക്കൊരു ദിവസം നിങ്ങളുടെ വയറൊന്ന് ഇളകി തുടങ്ങിയാൽ, കഴിച്ച ആഹാരത്തിൻ്റെ ദോഷം കൊണ്ട്, ഫുഡ് പോയ്സൺ, രാവിലെ ആകുമ്പോഴേക്കും തളർന്ന് കുത്തി വീഴുമാറാകും. ഉടനെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ഈ ഡീഹൈഡ്രേഷന്, അതിന് വെള്ളം നിങ്ങളുടെ ശരീരത്തിലേക്ക് സലൈൻ വാട്ടർ കുത്തിവെച്ചില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയില്ല, തീർന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഈ മൂക്കിലെ ശ്വാസം അത് അടച്ചു പിടിക്കാൻ ആർക്ക് കഴിയും? ഇത് വിട്ടുപോകാനേ ഉള്ളൂ. നീ എന്തറിഞ്ഞിട്ട് പറയുന്നു? ദൈവം ചോദിക്കുകയാണ്, നിനക്ക് എന്തറിയാം? സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അടുത്ത ഭാഗത്തേക്ക് കടത്തി വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ന്യായീകരണങ്ങളുള്ളവർ, നീതീകരണമുള്ളവർ, അവകാശവാദങ്ങളുള്ളവർ എല്ലാം വിടാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കുമോ? എൻ്റെ കർത്താവേ, എൻ്റെ ന്യായങ്ങളൊന്നും വില പോവില്ല. നിത്യ ന്യായാധിപതിയായ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ന്യായീകരണങ്ങളൊന്നും വില പോവുകയില്ല, എൻ്റെ അവകാശവാദങ്ങളും വില പോവുകയില്ല. കർത്താവേ, ഇപ്പോൾ ഞാനിതാ തിരുവൻപാകെ വരുന്നു. ഞാൻ തകർന്ന പാവിയായി ഞാനിതാ വരുന്നു, അനുതാപത്തോടെ ഞാനിതാ വരുന്നു. കർത്താവേ, നീ എന്നോട് മനസ്സിലെയ്യണം. ഞാൻ ഒരുപടിയേറെ ഞാൻ വാദിച്ചു നിന്നോട്. കർത്താവേ, ദൈവാത്മാവോട് ഞാൻ മത്സരിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ അറിവില്ല, ഞാൻ ചിലതൊക്കെ പറഞ്ഞു പോയി. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. രക്ഷകനായ ഞങ്ങളുടെ പൊന്നേശുവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതിമനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, നാളെ നഴിയാരും അറിയുന്നില്ലല്ലോ കർത്താവേ, അവിടെ നിന്നെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നുയരാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നാഥ, നിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട തിരുരക്തത്തിൻ്റെ തുള്ളി ഞങ്ങളുടെ തലമേൽ തൊടുവിച്ച് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, വചനം കേട്ട് തങ്ങളുടെ തീരുമാനം ഉറപ്പിച്ച ദൈവമക്കളുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിപാവനമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.